മലപ്പുറം പൊന്നാനിയിൽ യുവാവിനെ ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വീണ്ടും വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം. തിരൂർ ഡിവൈഎസ്പിക്കാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. പൊന്നാനിയിലെ ആലിങ്ങൽ അബൂബക്കറിനെ ആളുമാറി 4 ദിവസമാണ് ജയിലിലിട്ടത്. ഇതിലാണ് വീണ്ടും അന്വേഷണം വരുന്നുവെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മടം. ദീപക്, ഈ കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ശക്തിയോടെ അന്വേഷിക്കാൻ തീരുമാനിച്ചതിൻ്റെ സാഹചര്യം എന്താണ്? ഈ ആളുമാറി അറസ്റ്റ് നടന്നു. 4 ദിവസം ഈ ആലിങ്കൽ അബൂബക്കറിനെ, അതായത് മറ്റൊരു പ്രതിക്ക് പകരം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു 4 ദിവസം ജയിലിലിട്ടു. ഈ കേസിലാണ് ഇപ്പോൾ വീണ്ടും അന്വേഷണത്തിന് വേണ്ടി മലപ്പുറം SP നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരൂർ ഡിവൈഎസ്പി ബെന്നിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്, അതായത് ആദ്യം തന്നെ പ്രാഥമികമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി ആരെയെങ്കിലും ഫിക്സ് ചെയ്യുന്ന രീതിയിലല്ല റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല ആ റിപ്പോർട്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഒരു നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിരൂർ ഡിവൈഎസ്പിയെ കൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ വേണ്ടി വിശദമായ അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് SKN. കാരണം ഇതൊരു പോലീസിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ആളുമാറി അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും ഒരു നിരപരാധിയായ ഒരാൾ മറ്റൊരു കേസിലെ പ്രതിക്ക് പകരം 4 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം, ഈ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായി ഇപ്പോൾ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇത് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ പറ്റിയ ഒരു അപാകതയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. പക്ഷേ ഈ വിശദീകരണം ഒക്കെ പറഞ്ഞാലും ഒരാളെ മാറി ജയിലിലേക്ക് അയക്കുക എന്ന് പറയുന്നത് അതിന് മറ്റൊരു ന്യായീകരണവും പര്യാപ്തമല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് തലപ്പത്ത് നിന്നുള്ള വിലയിരുത്തൽ. അത് DIG തലത്തിലൊക്കെ ആ കേസ് IG തലത്തിൽ തന്നെ, അതായത് വടക്കൻ മേഖല സോൺ IGയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് റിവ്യൂ ചെയ്യുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഇപ്പോൾ തിരൂർ DYSPക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം നടപടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. താങ്ക് യു ദീപക് തർമ്മടം.